1912 ഏപ്രിൽ 15 ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ കപ്പലിലെ വയർലെസ് റൂമിൽ നടന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നത്. ടൈറ്റാനിക്കിലെ വയർലെസ് റേഡിയോയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച CQD SOS എന്ന അപായ സന്ദേശങ്ങളാണ് RMS കാർപാർത്തിയ എന്ന കപ്പലിന് കിട്ടിയതും ആ കപ്പലിനെ ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്നും 700-ലേറെ പേരെ രക്ഷപ്പെടുത്താനും സാധിച്ചത്. 1908 വാക്യൂം ട്യൂബുകൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയോകൾ സഫലമാകാൻ 1920 വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ എന്ത് ടെക്നോളജിയാണ് ടൈറ്റാനിക്കിലെ വയർലെസ് റേഡിയോയിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആ ഒരു റേഡിയോയെ സിംപ്ലിഫൈ ആയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്തും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടൈറ്റാനിക്കിൽ ഉപയോഗിച്ച റേഡിയോ പറ്റി ഞാൻ ഗൂഗിളിൽ ഒന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു സർക്യൂട്ട് ഡയഗ്രമാണിത്. സ്പാർക്ക് ഗ്യാപ്പ് ട്രാൻസ്മിറ്റർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇൻഡക്ഷൻ കോയിലും ഒരു സ്പാർക്ക് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റുമാണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിലെ ടെലിഗ്രാഫ് കീ അമർത്തുമ്പോൾ ഇൻഡക്ഷൻ കോയിലിലെ സ്പാർക്ക് ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് സ്പാർക്ക് രൂപപ്പെടുകയും തൽഫലമായി ഒരു റേഡിയോ സിഗ്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു റേഡിയോ സിഗ്നൽ പിന്നെ പോകുന്നത് ലൈൻഡൺ ജാർസ് എന്നറിയപ്പെടുന്ന കപ്പാസിറ്ററിലേക്കും പിന്നെ ട്യൂണിംഗ് കോയിലിലേക്കുമാണ്. അതിൽ നിന്ന് നേരെ ആൻറ്റിനയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു സ്പാർക്ക് ഗ്യാപ്പ് ട്രാൻസ്മിറ്ററിൽ ബേസിക് ആയിട്ട് ഉള്ളത്. സ്പാർക്ക് ഗ്യാപ്പ് ട്രാൻസ്മിറ്ററിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. ഈ ഡയഗ്രാം അനുസരിച്ചാണ് ഞാൻ ഒരു സ്പാർക്ക് ഗ്യാപ്പ് ട്രാൻസ്മിറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡയഗ്രാം അനുസരിച്ച് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇതിലെ ടെലിഗ്രാഫ് കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കോയിലിലൂടെ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായി ആക്ട് ചെയ്യും. അങ്ങനെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അത് കോയിലിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു തകിടിനെ ആകർഷിക്കുന്നു. അങ്ങനെ ആകർഷിക്കുമ്പോൾ അവിടെയുള്ള കോണ്ടാക്റ്റ് ഡിസ്കണക്റ്റ് ആവുകയും തൽഫലമായി കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാകുമ്പോൾ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ എന്ന ഒരു പ്രോപ്പർട്ടി അവിടെ ആക്ട് ചെയ്യുകയും ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഹൈ വോൾട്ടേജ് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നു. വയർലെസ് ട്രാൻസ്മിറ്ററിൻ്റെ ഭാഗങ്ങൾ ഉറപ്പിക്കുവാനായി നമുക്കൊരു ബേസ് വേണം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് PVC ഷീറ്റ് കൊണ്ടുള്ള ഒരു ബേസാണ്. ഒരു പെയിൻറ്റിൻ്റെ ടിന്നിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു മെറ്റൽ പീസാണിത്. ഇത് ഞാൻ ഇപ്പോൾ ഇസഡിൻ്റെ ഷേപ്പിലാണ് ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റൽ പീസ് ആദ്യം ഈ ബേസിലേക്ക് സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് തയ്യൽ മെഷീൻ്റെ കേസും പിന്നെ 33 ഗേജിൻ്റെ കോപ്പർ വയറുമാണ്. ഈ കോപ്പർ വയർ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ ട്രാൻസ്ഫോമറിൽ നിന്നാണ്. മറ്റൊരു കേസിൽ മുഴുവനായും ഞാൻ കോപ്പർ വയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് ഈ ബേസിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒട്ടിച്ചു ചേർക്കുക.
PVC ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുത്ത മറ്റൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ Z ഷേപ്പിലാണ് വീണ്ടും ബെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരറ്റത്തായി ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ ഒരു കോപ്പർ വയർ കടത്തി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ ഈ ബേസിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒട്ടിച്ചു ചേർക്കുക. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ വയർ ഈ മെറ്റൽ പീസിൽ വളരെ ചെറുതായി ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിലേക്ക് ഒട്ടിക്കാൻ. ഈ ഡയഗ്രാം അനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കമ്പോണൻറ്റുകളും ഒട്ടിച്ച് ചേർക്കുക. പിന്നെ അത് കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാനിവിടെ കീ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടെലിഗ്രാഫ് കീ മോഡലാണ്. ഇത് ഞാൻ PVC ഷീറ്റിലും പിന്നെ പ്ലൈവുഡിലും ഉണ്ടാക്കിയെടുത്തതാണ്. ടൈറ്റാനിക് കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ടെലിഗ്രാഫ് കീയുടെ മോഡലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ടെലിഗ്രാഫ് കീയും ഈ റേഡിയോ ട്രാൻസ്മിറ്ററിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. ഒരു ചെറിയ വയറെടുത്ത് ആൻറ്റിനയ്ക്കായി കണക്ട് ചെയ്യാം. ആ വയറിൻ്റെ മറ്റേ അറ്റം കൊടുക്കേണ്ടത് ഒരു ലോങ് വയറിലാണ്. ലോങ് വയർ ഒരു ആൻറ്റിനയായി പ്രവർത്തിക്കും. ഈ ടെലിഗ്രാഫ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കോയിലിൽ നിന്നും സ്പാർക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ഇനി ഈ റേഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മോഴ്സ് കോഡ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. കുത്തുകളും വരകളും പല രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഭാഷയാണ് മോഴ്സ് കോഡ്. മോഴ്സ് കോഡ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇതുപോലെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഈ വയർലെസ് റേഡിയോ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു റേഡിയോ അടുത്ത് വെച്ച് ഓണാക്കി വെച്ച് ഇതിലെ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നത്തെ സ്പാർക്ക് ഗ്യാപ്പ് വയർലെസ് ട്രാൻസ്മിറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ഇനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.